മലയാളത്തിന്റെ മഹാനടൻ തിലകൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെ 3:35 അന്തരിച്ച തിലകന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 4:30 ശാന്തി കവാടം ശ്മശാനത്തിൽ സംസ്കരിച്ചു. മൃതദേഹം രാവിലെ 11:05 VJT ഹാളിൽ പൊതുദർശനത്തിനെത്തിച്ചു. ആശുപത്രിയിൽ നിന്ന് മകൻ ഷോബി തിലകന്റെ വേട്ടമുക്കിലെ കട്ടക്കൽ റോഡിലെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയത്. പിന്നീട് ബന്ധുക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി മകൾ സോണിയുടെ വീട്ടിലേക്കും എത്തിച്ചു. ഇതിനുശേഷമാണ് VJT ഹാളിൽ മൃതദേഹം എത്തിച്ചത്. സംസ്ഥാന പോലീസ് അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി റീത്ത് സമർപ്പിച്ച ശേഷം പൊതുദർശനത്തിന് വെച്ചു. തിങ്കളാഴ്ച രാവിലെ തന്നെ മലയാളത്തിന്റെ മഹാനടനെ ഒരു നോക്ക് കാണാൻ VJT ഹാളിന്റെ പരിസരത്ത് 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ രംഗങ്ങളിലെ നിരവധി പ്രമുഖരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തി. ജൂലൈ അവസാനം ഒറ്റപ്പാലത്ത് ഷൂട്ടിങ്ങിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ന്യൂമോണിയ ബാധിച്ച തിലകനെ അവിടെ നിന്ന് തലസ്ഥാനത്തെ SAT ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഗുരുതരാവസ്ഥയിലായതോടെ വെന്റിലേറ്ററിൽ തന്നെ ആഗസ്റ്റ് 24-ന് കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. കടുത്ത ന്യൂമോണിയ ബാധിച്ച തിലകന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലായിരുന്നു. നെഫ്രോളജി, കാർഡിയോളജി വിഭാഗങ്ങളിലായിരുന്നു ചികിത്സ. ഹൃദയത്തിന്റെ അവസ്ഥ സാധാരണ നിലയിലേക്ക് മടങ്ങിയപ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം തകരാറിലായതാണ് സ്ഥിതി വഷളാക്കിയതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പത്തനംതിട്ടയിലെ കോഴാഞ്ചേരി ഐരൂരിൽ പാലപ്പുറത്ത് വീട്ടിൽ PS കേശവൻ, ദേവയാനി എന്നിവരുടെ മകനായി 1935-ലാണ് തിലകന്റെ ജനനം. സുരേന്ദ്രനാഥ് തിലകൻ എന്നാണ് മുഴുവൻ പേര്. കൊല്ലം SN കോളേജിൽ പഠനം. സഹൃദയ മനസ്സുകളിൽ അശ്വമേധം നടത്തിയ അഭിനയ പെരുന്തച്ചൻ അരങ്ങൊഴിയുമ്പോൾ മലയാള സിനിമയിലെ പ്രതിഭാസമ്പന്നമായ ഒരു കാലഘട്ടത്തിനാണ് തിരശീല വീഴുന്നത്. കരുത്താർന്ന രൂപവും ശബ്ദവും കൊണ്ട് തിരിച്ചറിയപ്പെട്ട തിലകൻ അരങ്ങിലും വെള്ളിത്തിരയിലും അരനൂറ്റാണ്ടിലേറെ കാലം വിസ്മയം ചൊരിഞ്ഞു. അഭിനയദാർഢ്യത്തിൽ തിരക്കഥയെ മറികടക്കുന്ന ഈ നടൻ നായക, പ്രതിനായക വേഷങ്ങളിൽ ഒരുപോലെ തിളങ്ങി. മുഖം താഴ്ത്തി പുരികം വളച്ച് ഒരൊറ്റ നോട്ടത്തിൽ കാഴ്ചക്കാരെ മുൾമുനയിൽ നിർത്തിയ തിലകൻ ജീവിതത്തിൽ കണ്ടുമുട്ടിയവരെ തന്നെയാണ് കഥാപാത്രമായി അനുകരിച്ചത്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് അമിതാഭ് ബച്ചന് മുന്നിൽ കയ്യെത്തും ദൂരത്ത് നഷ്ടമായി. 2 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും 1 തവണ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും 5 തവണ മികച്ച സഹനടനുള്ള സംസ്കാര പുരസ്കാരവും ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ഇദ്ദേഹം സ്വന്തമാക്കി. അഭിനയ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ മാനിച്ച് 2009-ൽ പത്മശ്രീ പുരസ്കാരവും തിലകനെ തേടിയെത്തി. 3 ദശാബ്ദക്കാലത്തെ നാടകരംഗിലെ അനുഭവ സമ്പത്തുമായാണ് തിലകൻ സിനിമയിലെത്തിയത്. നടനും സംവിധായകനുമായി നാടകവേദിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ PJ ആന്റണിയുമായുള്ള സൗഹൃദം സിനിമയിലെത്തിച്ചു. 40 പിന്നിട്ട തിലകൻ പെരിയാർ എന്ന സിനിമയിൽ ഭ്രാന്തൻ ഡേവിഡ് എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി. 1955-ൽ പ്രൊഫഷണൽ നാടകത്തിൽ സജീവമായിരുന്നു. 1961-ൽ പട്ടാളത്തിൽ ചേർന്ന ഇദ്ദേഹം 2 വർഷത്തിനകം മടങ്ങിയെത്തി സുഹൃത്തുക്കളുമായി ചേർന്ന് മുണ്ടക്കയം നാടക സമിതി രൂപീകരിച്ചു. KPSC, കാളിദാസ കലാകേന്ദ്രം, ചങ്ങനാശ്ശേരി ഗീത, PJ ആന്റണിയുടെ PJ തിയേറ്റേഴ്സ്, ചാലക്കുടിയിൽ സാരഥി ട്രൂപ്പ് എന്നിവയിലൂടെ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ച ഇദ്ദേഹം തമിഴ്, മലയാളം ഉൾപ്പെടെ 400-ലധികം സിനിമകളിൽ വേഷമിട്ടു. ഇതിനിടെ 18 നാടകം സംവിധാനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായിരുന്നു ഇദ്ദേഹം. ചലച്ചിത്ര താരങ്ങളായ ഷമ്മി തിലകനും ഷോബി തിലകനും ഇദ്ദേഹത്തിന്റെ മക്കളാണ്. ഉറച്ച ശബ്ദവും ആർക്കും അനുകരിക്കാൻ കഴിയാത്ത അഭിനയ ശൈലിയും കൊണ്ട് മലയാള ചലച്ചിത്ര മേഖലയിലെ അഭിനയ ചക്രവർത്തിയായി മാറിയ മഹാനടനായിരുന്നു തിലകൻ. അഭിനയകലയുടെ പെരുന്തച്ചന്റെ ചലച്ചിത്ര ജീവിതത്തിലൂടെ ഒരു തിരനോട്ടം. അഭിനയകലയുടെ പെരുന്തച്ചൻ അരങ്ങൊഴിഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെ 3:30 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണമടയുമ്പോൾ താൻ അഭിനയിച്ച് അവിസ്മരണീയമാക്കിയ 100 കണക്കിന് കഥാപാത്രങ്ങൾ എന്നും ഓർക്കാൻ ബാക്കി വച്ചാണ് അദ്ദേഹം ജീവിതത്തോട് വിട പറഞ്ഞത്. നാടകരംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്ന തിലകൻ ചെയ്ത ഓരോ വേഷവും മലയാളി മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നവയാണ്. 40-ന്റെ തുടക്കത്തിൽ പെരിയാർ എന്ന ചിത്രത്തിലൂടെയാണ് തിലകൻ സിനിമയിലേക്ക് എത്തുന്നത്. തുടർന്ന് തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച നിരവധി കഥാപാത്രങ്ങളിലൂടെ തിലകൻ എന്നും മലയാള സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു. യവനിക, പഞ്ചാഗ്നി, കാട്ടുകുതിര, മൂന്നാം പക്കം,
സ്ഫടികം, കിരീടം, നരസിംഹം, മണിച്ചിത്രത്താഴ്, കണ്ണെഴുതി പൊട്ടും തൊട്ട് കിലുക്കം തുടങ്ങി ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ഉസ്താദ് ഹോട്ടൽ വരെ നീളുന്ന തിലകന്റെ ചലച്ചിത്ര കഥാപാത്രങ്ങൾ ഓരോന്നും ഒന്നിനൊന്ന് മികച്ചതാക്കാൻ ഈ കലാകാരൻ എന്നും ശ്രമിച്ചിരുന്നു. ഞാൻ സിമ്പിൾ റാസ്കൽ ആണെങ്കിൽ നീ ഡബിൾ റാസ്കലാടാ മോനെ. ഇവിടെ നീ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എത്തിയില്ലേ? ഒരു സിനിമയുടെ കഥയ്ക്കോ തിരക്കഥയ്ക്കോ സംവിധായകനോ ഉപരി ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി ഈ നടൻ ചില ഭാവങ്ങൾ മുഖത്ത് കൊണ്ടുവരാറുണ്ട്. ഈ ഭാവങ്ങൾ മിക്കതും ആ ചിത്രത്തിന്റെ ഹൈലൈറ്റുകളായി മാറുന്നതും നാം പലകുറി കണ്ടതാണ്. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെയിട. മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ മുത്തശ്ശന്റെ വേഷം തിലകന് ഏറെ പ്രേക്ഷക പ്രശംസ നേടിക്കൊടുത്തതാണ്. പെരുന്തച്ചൻ എന്ന ചിത്രത്തിലെ അഭിനയം ദേശീയ പുരസ്കാര വേദിയിലും തിലകന്റെ പേര് കൊണ്ടുചെന്നെത്തിച്ചു. നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ അദ്ദേഹം രണ്ടാമനായത്. കഥാപാത്രങ്ങൾ പോലെ തന്നെ ജീവിതത്തിലും കാർക്കശ്യം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. സ്റ്റാർ, സൂപ്പർ സ്റ്റാർ പദവിയിലിരിക്കുന്ന പല നടന്മാരോടും സ്നേഹപൂർവമായ ഒരു വാശി അദ്ദേഹം മരണം വരെയും മനസ്സിൽ സൂക്ഷിച്ചു. അതുകൊണ്ട് മാത്രം സിനിമാ ലോകം തിലകന് മുന്നിൽ അവസാന ഘട്ടങ്ങളിൽ പലകുറി അതിന്റെ വാതിലുകൾ അടച്ചു. വിലക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ച തിലകനെ തേടി പിന്നെയും നിരവധി കഥാപാത്രങ്ങൾ എത്തി. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിലെ അച്യുതമേനോൻ എന്ന കഥാപാത്രം തിലകന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രമാണ്. അതെ, അറിയണം, കുറഞ്ഞു പോകില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത തകർത്ത് നമുക്കങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യാം. മലയാളത്തിൽ നിരവധി കലാകാരന്മാർ വന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും പലരും വിലക്കിന്റെ പേരിൽ കടലാസ് പുലികൾ കാട്ടി പേടിപ്പിച്ചപ്പോഴും തിലകൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, എന്റെ ശക്തി എന്റെ ഉള്ളിലുള്ള കലയാണെന്ന്. മലയാള സിനിമയുടെ എല്ലാ ഉയർച്ച താഴ്ചകൾക്കൊപ്പവും അവയിൽപ്പെടാതെ എന്നും തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ നന്നാക്കാനായി എന്തും ചെയ്യാൻ ഈ മഹാനടൻ ഒരുക്കമായിരുന്നു. അഭിനയത്തിലെ ആ സർവ്വവിജ്ഞാന കോശത്തെയാണ് തിലകന്റെ വിയോഗത്തിലൂടെ ഇല്ലാതായത്. ഇപ്പോൾ മലയാള സിനിമയ്ക്ക് തിലകന്റെ വിയോഗത്തിലൂടെ വന്ന മുറിവ് എങ്ങനെ അതിജീവിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. ചിലപ്പോൾ ആ കഥാപാത്രങ്ങൾ വിടനായും വില്ലനായും ഒക്കെ വന്ന് നമ്മിൽ വെറുപ്പിന്റെ ഉലയൂതി കത്തിച്ചു. ഇരുത്തിമൂളലിലൂടെയും പകച്ചിരിയിലൂടെയും നിഗൂഢമായ ഭാഷ്യങ്ങൾ കൈമാറി കാണികളെ വിദ്വേഷപ്പെടുത്തി. പലപ്പോഴും അയാൾ സ്നേഹത്തിന്റെ ഊഷ്മളത നമ്മിൽ ഊതിക്കാച്ചി. നിറഞ്ഞ ചിരിയിലൂടെ ചാഞ്ഞ നടത്തത്തിലൂടെ എത്രയോ കഥാപാത്രങ്ങൾ നമ്മിൽ വാത്സല്യം ചുരത്തി. ഒരു വേള ആ കഥാപാത്രങ്ങൾ വേദനയോടെ നമ്മെ നോക്കി കരയാതെ കരഞ്ഞു. സ്വയം നീറ്റിക്കൊണ്ട് നമ്മുടെ ആത്മരൂപങ്ങളായി ചുരുക്കം ചില കഥാപാത്രങ്ങൾ നമ്മെ കൊടുകൂടെ ചിരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. കലയുടെ ആ സമ്പൂർണ്ണ ജീവിതം ആരെയും മോഹിപ്പിക്കും. ആ ചങ്കുറപ്പ് ആരാധകരെ എന്നും ആവേശപ്പെടുത്തുകയും ചെയ്യും.